ലോക്സഭയിൽ മാത്രം വിജയിക്കാൻ എന്ത് മാന്ത്രിക വിദ്യയാണ് ബി.ജെ.പിക്കുള്ളത്? സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞാൽ ബി.ജെ.പി പ്രവർത്തകർ കണ്ടം വഴിയോടും. ഉദാഹരണത്തിന് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ. എന്താണ് ഇവിടങ്ങളിലൊക്കെ സംഭവിച്ചത്? കമൽനാഥിന്റെ അത്യുഗ്രൻ പദ്ധതിയായിട്ടുള്ള കർഷകരുടെ വായ്പകൾ എഴുതി തള്ളുന്ന പദ്ധതി മൂലം വലിയ ഒരു പിന്തുണ ലഭിച്ച കമൽനാഥിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മധ്യപ്രദേശിൽ തിരിച്ചടിയാകുന്നു. രാജസ്ഥാനിൽ ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും കൂടി കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയും തിരിച്ചടി ലഭിക്കുന്നു. ഛത്തീസ്ഗഡിലും തിരിച്ചടി ലഭിക്കുന്നു. അങ്ങനെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിയമസഭയിൽ തോറ്റ ബി.ജെ.പിക്ക് ലോക്സഭയിൽ വൻ ഭൂരിപക്ഷം നേടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടം വഴിയോടുന്ന ബി.ജെ.പിയുടെ നേതാക്കന്മാർക്ക് ലോക്സഭയിൽ വലിയ ജനപ്രീതി ഉണ്ടാകുന്നു. മോദി തരംഗം സൃഷ്ടിക്കുന്നു, ബി.ജെ.പിക്ക് തരംഗമുണ്ടാകുന്നു. അപ്പോൾ കർണാടകയിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ശക്തമായിട്ടുള്ള തിരിച്ചടി ഏറ്റുവാങ്ങി ബി.ജെ.പി കണ്ടം വഴിയോടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഉത്തർപ്രദേശിൽ നോക്കൂ. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യം യോഗി ആദിത്യനാഥ് മത്സരിച്ച് വിജയിച്ച ഗോരഖ്പൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? പ്രതിപക്ഷങ്ങൾ അധികാരത്തിലേറുന്നു, അധികാരം പിടിച്ചെടുക്കുന്നു. അപ്പോൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിൽ മാത്രം എന്തോ ഒരു മാന്ത്രിക ജാലം സൃഷ്ടിച്ചെടുക്കുന്നു. ആ എന്തോ ഒരു മാന്ത്രിക ജാലമാണ് ഞങ്ങൾ പറഞ്ഞു വരുന്ന EVM മിഷൻ അട്ടിമറി. അപ്പോൾ ആരും സംശയിക്കില്ലല്ലോ. ബാക്കിയുള്ളിടത്തൊക്കെ തിരിച്ചടി ലഭിക്കുമ്പോൾ ഇവിടെ ഈ ലോക്സഭയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവർ കണക്ക് കൂട്ടുന്നത് പ്രാദേശിക തലത്തിലുള്ളതും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ ശക്തമായിട്ടുള്ള ഒരു വിജയം ഞങ്ങൾക്കുണ്ടായല്ലോ, അതേ റിസൾട്ട് തന്നെയായിരിക്കും ലോക്സഭയിൽ എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി അവർ മറ്റൊന്നും ആലോചിക്കുന്നില്ല. പക്ഷെ നിലവിൽ സംഭവിക്കുന്നത് എന്താണ്? EVM മിഷനുകളിൽ നേരത്തെ ഇവർ മുൻകൂട്ടി തയ്യാറാക്കിയ നാടകം, ആ നാടകത്തിന്റെ തിരക്കഥ ചില ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു. അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതിലൂടെ വിജയമുണ്ടാകുന്നു. അതാണ് പറഞ്ഞു വന്നത്. ലോക്സഭയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മാന്ത്രിക വിദ്യ, ലോക്സഭയിൽ മാത്രം വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു ബി.ജെ.പി. ഇത് എന്ത് എന്നുള്ളത് പരിശോധിക്കാൻ ആരും തയ്യാറാവുന്നില്ല. തയ്യാറാവാത്തതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഉദ്യോഗസ്ഥ ലോബികൾ ഇവർക്ക് വേണ്ടിയിട്ട് പണി ചെയ്യുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ പലയിടങ്ങളിലും തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾ കൂടുന്നു, പലയിടങ്ങളിലും വോട്ടുകൾ കുറയുന്നു, വോട്ടെണ്ണുമ്പോൾ വോട്ട് കൂടുന്നു. ഇങ്ങനെയുള്ള പ്രക്രിയകൾ നടക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ EVM മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് വിദേശ മാധ്യമങ്ങൾ പോലും പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥർക്ക് അതൊന്നും കേൾക്കേണ്ട. ലോക്സഭയിൽ വിജയിച്ചിട്ടുള്ളത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് ബി.ജെ.പി ആണ്. അവർ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ് എന്ന തോന്നലുകളാണ് ഇവർക്കൊക്കെയുള്ളത്. എന്നാൽ സത്യാവസ്ഥ എന്ന് പറയുന്നത് ബി.ജെ.പിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പൊതുജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് കർണാടകയിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വിളിച്ചു പറയുന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാക്കി പറയാം, ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതോടുകൂടി ലോക്സഭയിൽ വിജയിക്കുന്ന ഒരു പാർട്ടി എന്ന പദവി കൂടി ബി.ജെ.പിക്ക് നഷ്ടമായേക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.